ദേവതാ രൂപങ്ങൾ ജനഹൃദയങ്ങളിൽ ആ, കൊണ്ടുവരാൻ രവിവർമ്മ ചെയ്ത പങ്ക് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സാധാരണ മനുഷ്യരെ പോലെ ദൈവങ്ങളെ വരച്ചത്. ഇപ്പോൾ എന്നെയും ഞാൻ ചുറ്റിനും കാണുന്ന ആൾക്കാരെ പോലെ തന്നെയാണ് ദേവന്മാരും അവരുടെ ശരീരഘടനയും അവർ ഉടുക്കുന്ന വേഷവിധാനവും ഒക്കെ സാധാരണക്കാരന് റിലേറ്റബിൾ ആയിട്ടുള്ള ദൈവങ്ങളെ വരച്ച് ഉണ്ടാക്കിയത് രാജാ രവിവർമ്മയാണ്. അതിൽ സരസ്വതിയും ലക്ഷ്മി ദേവിയെയൊക്കെ വരച്ചപ്പോൾ അദ്ദേഹം ട്രഡീഷണൽ ഐക്കണോഗ്രഫി നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ്സിൽ നോക്കിയാൽ കാണാം എന്താണ് നമ്മുടെ തനതായിട്ടുള്ള കേരള രീതിയിലുള്ള ദേവീദേവന്മാരുടെ ആടയാഭരണങ്ങളും വേഷവിധാനവും. പക്ഷെ അത് ഫോളോ ചെയ്യാതെ അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ അറ്റയർ എന്ന് നമ്മളിന്ന് വിളിക്കുന്ന സാരിയിൽ ദേവിമാരെ ഡ്രേപ്പ് ചെയ്യാൻ അദ്ദേഹം മുതിർന്നു. കാരണം അദ്ദേഹത്തിന് കിട്ടിയ എക്സ്പോഷറാണ്. കാരണം ബറോഡ മഹാരാജാവിന് വേണ്ടി ഈ മിത്തോളജി ബേസ്ഡ് ചിത്രങ്ങൾ ചെയ്യാനായിട്ട് ഇദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അനുജൻ തന്നെ ആ ഒരു ട്രാവലിനെ ഡയറി എഴുതി ടൂർ ടു അപ്പർ ഇന്ത്യ എന്ന് പറഞ്ഞ് ലിമിറ്റഡ് കോപ്പീസ് പബ്ലിഷും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഒട്ടുക്ക് സഞ്ചരിച്ച രവിവർമ്മ പല വേഷവിധാനങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരു പാൻ ഇന്ത്യൻ അറ്റയറിലേക്ക് പോകും? രവിവർമ്മയിലെ ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു ബിസിനസ്മാനും അദ്ദേഹത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ അക്നോളജ് ചെയ്യുക തന്നെ വേണം.